പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന നവ്യയെ കൊണ്ട് ആദർശിനോട് പറഞ്ഞതിനെല്ലാം സോറി പറയിപ്പിക്കുകയാണ്. സോറി പറഞ്ഞതിന് ശേഷം നവ്യ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കൂ, ഭക്ഷണം ഞാൻ വിളമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ് നയന. തുടർന്ന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇവൾക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ അറിയോ എന്നുള്ള കാര്യം. എന്റെ പൊന്നെ, ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ഭദ്രകാളി ദേഷ്യപ്പെടുന്നത് പോലെയാണെന്ന് ജാനകി പറയാണ്. എന്നാ മുത്തശ്ശി പറയുന്നത് അങ്ങനെയല്ല, ഭദ്രകാളിയല്ല, ഭൂമിദേവിയാണ്. അവള് എന്തോരം ക്ഷമിക്കും, എല്ലാത്തിനൊരു കണക്കൊക്കെ ഇല്ലേ. ഭൂമിയെ പിളർന്നിട്ട് എല്ലാത്തെയും വിഴുങ്ങുന്ന കോപമാണ് ഇതെന്നും കൂടി പറയാണ് കേട്ടോ. തുടർന്ന് നയന ഭക്ഷണം എടുത്ത് വരികയും ആദർശിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജലജയ്ക്കും അതുപോലെ തന്നെ അബിക്കും ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. തുടർന്ന് കാണിക്കുന്നത് നവ്യാണെങ്കിൽ റൂമിൽ പോയിട്ട് ആകെ കലി തുള്ളിയിട്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് വാതിലിന്റെ അരികിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ജലജയും അതുപോലെ അബിയും. ഈ വട്ടുകേസ് അവളുടെ പണി തുടങ്ങി എന്ന് പറയാണേ. ഈ റൂമിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവള് മേടിച്ചു വെച്ചത് പോലെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ അബിയും പറയാണേ. ഇവക്ക് പ്രാന്താണ്, മൊത്തത്തിൽ പ്രാന്താണ്. എടാ നീ ഇതൊന്നും കണ്ടിട്ട് ടെൻഷൻ ആവണ്ട, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ വട്ടുകേസിന്റെ അടുത്തുണ്ടല്ലോ അറിഞ്ഞ് തിരിപ്പിച്ചിട്ട് നയനയ്ക്കും ആദർശിനും എതിരെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ഇതേ പ്രയോഗം തന്നെ അവർക്ക് നേരും കാണിച്ചോളും. അത് കാണുമ്പോൾ വീട്ടിലെ എല്ലാവരും ഞെട്ടും. നീ ചെന്നിട്ട് അവളടുത്ത് പറ, ഈ പ്രശ്നങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് നയനയും ആദർശുമാണ് എന്നുള്ള കാര്യം. അവളുടെ മൊത്തം ദേഷ്യവും ആദർശിന്റെയും നയനയുടെയും മേലേക്ക് ഇടണം. അപ്പോ അവള് പിരിമാറിയിട്ട് അവർക്ക് നേരെ കാര്യങ്ങളെല്ലാം പ്രയോഗിച്ചോളും. അങ്ങനെ അവർക്ക് നേരെ എല്ലാം ചെയ്യുന്ന ഇവളെ ഇവിടുത്തെ വീട്ടുകാർ തന്നെ നൈസായിട്ട് പിടിച്ച് പുറത്താക്കിക്കോളും. ഇവിടെയുള്ള ആൾക്കാർ എന്തായാലും നയനയ്ക്കെതിരെ ഇവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നീ വേഗം ചെല്ല് അവളുടെ അരികിലേക്ക്, അവരുടെ രണ്ടുപേരുടെയും കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. നവ്യയ്ക്ക് അരികിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജ പറയുന്ന സമയത്ത്, അമ്മ ഈ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾ ആ ദേഷ്യം നമ്മളുടെ അടുത്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ നൈസായിട്ട് വേണം അവളോട് ഇടപെടാൻ വേണ്ടിയിട്ട്. സമയവും സന്ദർഭവും അനുസരിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് എരിപിരി കയറ്റി വിട്ടോളാം എന്ന് പറയാണേ. അത് കഴിഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പോവാണ്. അങ്ങനെ നവ്യ കാണുന്നൊന്നുമില്ല കേട്ടോ ഇവർ രണ്ടുപേരും അവിടെ വന്ന് നിന്നൊന്നും. നവ്യ ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ഇരുന്നിട്ട്, പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം. തുടർന്ന് ആദർശ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം. എന്താണെന്ന് ആദർശ് ചോദിക്കുമ്പോൾ താങ്ക്സ് പറയാണ് കേട്ടോ. ആ ആഡ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെ ആയേനെ. എന്തായാലും ആദർശേട്ടൻ അത് ഇടപെട്ടിട്ട് നിർത്തലാക്കിയത് കൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാണേ. അത് തുടർന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മാനവും അച്ഛനും അമ്മയ്ക്കും തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയും ആയേനെ. അതുമാത്രമല്ല നന്ദുവിന് ഇതൊരു വലിയ പ്രശ്നം തന്നെ ആയേനെ. വലിയ കാര്യം തന്നെയാണ് ആദർശേട്ടൻ ചെയ്തത്. എന്നാൽ ഇതായിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് നിന്റെ വീട്ടുകാർക്കോ നിന്റെ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ടല്ല, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവര് ആരുടെ മുമ്പിലും തല കുനിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാണേ. ആദർശേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ആദർശേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാനില്ലേ? ഇപ്പൊ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യുന്നത്? ഒരു കാര്യം ഓർത്തോണം, നീയോ നവ്യയോ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഈ കുടുംബത്തിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നീ നിന്റെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് വെളിവോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്ക്. അവൾക്ക് തലയിൽ കയറുന്നത് മാതിരി. എനിക്ക് നിന്റെ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല, അതെല്ലാം നീ തന്നെ വെച്ചോന്ന് പറയാണേ. എന്നിട്ട് ബാഗ് എടുത്ത് പോകുന്ന ആദർശിനെ തടഞ്ഞു നിർത്തിയിട്ട്, ഒരു മിനിറ്റ്, എന്താന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. തിരിച്ചു തന്നിട്ട് പോവാൻ വേണ്ടി പറയണേ. എന്തെന്ന് ചോദിക്കുമ്പോൾ താങ്ക്സ് വേണ്ടാന്നല്ലേ പറഞ്ഞത്, അത് തിരിച്ചു തന്നിട്ട് പോ. അതെങ്ങനെ തിരിച്ചു തരികയെന്ന് ആദർശ് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തോളൂ. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കുക എന്ന് പറയാണേ. വേറെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ നയന ചോദിക്കുന്നത് ഉമ്മയാണ് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു തരാം, നീ വെറുതെ വേല ഇറക്കല്ലേ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ നയനയുടെ അടുത്ത് ആദർശ്. ഒരു കാര്യം ആദർശേട്ടൻ അറിയോ, ഈ ലോകത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മൂന്നാമത് മനുഷ്യ നിങ്ങളുടെ വീട്ടിലെ വിരുന്നുകാരി അത് നിങ്ങളെ മനസ്സിലാക്കി തരും. നീ അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് പിന്നെ അവസാനം അവിടേക്ക് തന്നെ എത്തിച്ചേരുന്നത് എന്തിനാ? നിങ്ങൾ ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നതെന്ന് പറയാണ് കേട്ടോ.
നീ എന്താ രാക്ഷസിയാണോ എന്ന് ചോദിക്കാണ് കേട്ടോ. ഭാര്യയെ ഭാര്യയായിട്ട് കാണാതെ രാക്ഷസിയായിട്ട് കാണുകയാണോ? മൂന്നാമത്തെ മനുഷ്യയായിട്ടും പിന്നെ ഒരു വിരുന്നുകാരിയായിട്ടൊക്കെയാണ് കാണുന്നത്. താങ്ക്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചും തരില്ല. ഞാൻ ചോദിച്ച ഉമ്മയും തരില്ല. മൊത്തത്തിൽ നിങ്ങള് ഒരർക്കീസാണെന്നൊക്കെ പറയാണേ. നിനക്ക് വായ തോന്നുന്നൊന്നും പറയാതെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ച ഡിസൈൻ എവിടെയെന്ന് ചോദിക്കാണേ. അയ്യോ സോറി ആദർശേട്ടാ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും സെറ്റാക്കി തരാമെന്ന് പറയാണേ. ഈ പ്രശ്നത്തിനിടയ്ക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്തായാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അപ്പം കാണാമെന്ന് പറയാണ് കേട്ടോ. ഓക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവാണേ. ആദർശ് പോയതിന് ശേഷം നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേക്കും വലിയ സ്ട്രിക്റ്റ് ഓഫീസറായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് അബി പുറത്തിങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രെയിനും കൊണ്ടിട്ട് വരുന്നത് കാണുന്നുണ്ട് നവ്യ. അവള് കോഫിയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും നീ കോഫി ആയിട്ട് വരുന്ന സമയത്ത് നിന്റെ അനിയത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എങ്ങനെ നിന്നെ തിരിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണേ. അങ്ങനെ അരികിലേക്ക് വന്നിട്ട് ട്രെയിൻ നീട്ടുന്ന സമയത്ത് അതിനകത്ത് മേക്കപ്പ് കിറ്റൊക്കെയാണ് കേട്ടോ ഉള്ളത്. നീ എന്താ കളിയാക്കണോ ആളെ എന്നുള്ള കാര്യം അഭി ചോദിക്കുന്ന സമയത്ത് ആദർശ് നിങ്ങളുടെ ഭാര്യയുടെ ആഡാണ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അതിന് അവൻ എന്ത് അവകാശമുള്ളത്? സ്വന്തം ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഏതൊരു ഭർത്താവാണ് ഇങ്ങനെ കേട്ടിരിക്കുക? നിങ്ങള് ആണാണ് പറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം ഇട്ടിട്ട് പെണ്ണാണെന്ന് പറയുന്ന എന്നുള്ള കാര്യം പറയാണേ. ആ സമയത്ത് അഭി നയനയെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അടിക്ക്, നിങ്ങൾക്ക് എന്നോട് വെറുതെ ചൂടാവാൻ മാത്രമല്ലേ അറിയുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പില് വാ തുറക്കില്ല എന്നൊക്കെ പറയണേ. ആ സമയത്ത് അഭി ഒരു നിമിഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇവളടുത്ത് വെറുതെ അടി കൂടിയിട്ട് കാര്യമില്ല, നൈസായിട്ട് പറഞ്ഞ് തിരിപ്പിക്കണം, അല്ലാതെ ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലാക്കണേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിലെ എല്ലാം ഉള്ളത് നിന്റെ അനിയത്തിയാണ് നയന. അവള് ആദർശേട്ടന്റെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ്. നിന്റെ വീട്ടുകാർക്ക് തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റില്ല എന്നും അതുപോലെ നന്ദുവിന് അടി ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ആഡ് സ്റ്റോപ്പ് ചെയ്തതിന് താങ്ക്സ് എന്നുള്ള രീതിയിലൊക്കെ ആദർശേട്ടന്റെ മുമ്പിൽ സംസാരിച്ചത്. അവള് പറഞ്ഞത് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആദർശ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേരിൽ എന്തോരം എനിക്ക് വിഷമമുണ്ടെന്നുള്ള കാര്യം അറിയോ? എനിക്ക് എന്തോരം ഫീൽ ചെയ്തെന്ന് നിനക്കറിയോ? എൻ്റെ ഉള്ളിൽ അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. എൻ്റെ ഭാര്യ നല്ല ഫേമസ് ആയി കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം എനിക്ക് മാത്രമല്ലേ? അഭി, നിനക്ക് എന്നെക്കുറിച്ച് എന്തുപോലെ അറിയാം, എന്നാൽ എൻ്റെ അനിയത്തി നയന, അവൾക്ക് എപ്പോഴും എന്നോട് അസൂയാണ്. അവൾക്കറിയാം എന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെക്കാൾ വലിയൊരു സെലിബ്രിറ്റി ഞാനായി മാറും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ രണ്ടുപേർക്കും എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം. അവര് രണ്ടുപേരെ ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നിട്ടാണോ നിനക്ക്? അവൾക്ക് ഈ വീട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെറുപ്പം മുതലേ എനിക്കൊരു ശീലമുണ്ട്, എന്നെ എതിർത്തവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അമ്മയാണോ അച്ഛനാണോ അതോ ഇനി അനിയത്തിയാണോ എന്ന് ഒന്നും ഞാൻ നോക്കാറില്ല. അടിക്ക് തിരിച്ചടി, അത് മാത്രമേ ഉള്ളൂ. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം ഇവിടുന്ന്. തുടർന്ന് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ആദർശിനെതിരെ നയനയെ തിരിപ്പിച്ച് വിട്ടോളും, രണ്ടുപേരെയും രണ്ട് കളത്തിലാക്കിക്കോളും ഇവള്. അതിനെ ഈ വട്ടം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. തുടർന്ന് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് കൊറിയറുകാരൻ ഒരു കൊറിയൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. കേട്ട ഉടനെ തന്നെ അഭി ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടോ എന്ന കാര്യം കേട്ടോ നവ്യയുടെ അടുത്ത്. ഇവിടെ കൊറിയർ വന്നു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ തലയിലാണോ? ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് നവ്യ പറയാണേ. ആ സമയത്ത് കൊറിയറുകാരൻ പറയുന്നുണ്ട്, ഇത് നയനയ്ക്കുള്ള ഓർഡർ ആണ് എന്നുള്ള കാര്യം. നയനയുടെ അടുത്ത് ചെന്ന് മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടെ അനി നിപ്പുണ്ട്. അനി, നീ ചെന്നിട്ട് സൈൻ ചെയ്ത് മേടിക്കുക എന്ന് പറയാണ്. അങ്ങനെ അനി മേടിച്ചിട്ട് വരുന്നുണ്ട്. ഇത് ഏട്ടത്തി എന്തൊരു ബുക്കാണല്ലോ, ഏട്ടത്തിക്ക് ബുക്കൊക്കെ അയക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണേ. നീ എന്താണെന്ന് തുറന്നു നോക്കടാ എന്ന് പറയണേ. തുറന്നു നോക്കിയ അനിയാണെങ്കിൽ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് നയനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനം.